ഹായ്, പുതിയൊരു യാത്രാ പരമ്പര ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും ഡ്രീം ഡെസ്റ്റിനേഷനായ അമേരിക്കയിലേക്കാണ് എൻ്റെ ഈ യാത്ര. സാൻ ഫ്രാൻസിസ്കോയിൽ തുടങ്ങി ന്യൂയോർക്ക് വരെയുള്ള ഏകദേശം 4000 കിലോമീറ്റർ ദൂരം കവർ ചെയ്യുന്ന 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണത്. കൊച്ചിയിൽ നിന്നും ദോഹ വഴി സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ഖത്തർ എയർലൈൻസിലാണ് എൻ്റെ യാത്ര. അമേരിക്കയിലേക്കുള്ള എല്ലാ ട്രാൻസിറ്റ് യാത്രക്കാരും ദോഹയിൽ വീണ്ടും കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. എന്നാൽ തിരിച്ചു വരുമ്പോൾ അതില്ലതാനും. രണ്ടായിരത്തി തുറന്ന ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം അത്യാധുനിക സൗകര്യങ്ങൾക്കും ആകർഷകമായ രൂപകൽപ്പനയ്ക്കും പേരുകേട്ട ഒന്നാണ്. ലോകമെമ്പാടുമുള്ള യാത്രക്കാരെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ആഗോള ട്രാൻസിറ്റ് ഹബ്ബാണിത്. ആഡംബര ലോഞ്ചുകൾ, വൈവിധ്യമാർന്ന ഡൈനിങ് ഓപ്ഷനുകൾ, ഹൈ എൻഡ് ഷോപ്പിംഗ് എന്നിവയുൾപ്പെടെ വിപുലമായ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. സേവനത്തിലും സൗകര്യത്തിലും മികവ് പുലർത്തുന്നതിന് ആഗോളതലത്തിൽ സ്ഥിരമായി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള എയർപോർട്ടാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഞങ്ങൾ യാത്ര ചെയ്യുന്ന എയർബസ് A350-1000 എന്ന ഈ വിമാനം ഒരു ദീർഘദൂര വൈഡ് ബോഡി ഇരട്ട എഞ്ചിൻ വിമാനമാണ്. 350 മുതൽ 410 വരെ യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന് തുടർച്ചയായി 16,500 കിലോമീറ്റർ പറക്കാൻ കഴിയും. ദോഹയുടെ ആകാശ കാഴ്ചകളാണ് ഈ കാണുന്നത്. പേൾ ഐലൻഡ് എന്ന കൃത്രിമ ദ്വീപിന്റെയും ദോഹ നഗരത്തിന്റെയും ആകാശത്തിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. രാത്രിയിലാണ് ഇതിന്റെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ സാധിക്കുന്നത്. ദോഹയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള ദൂരം 13,000 കിലോമീറ്ററാണ്. ഏകദേശം 15.5 മണിക്കൂറാണ് ഈ ദൂരം പറക്കാൻ വേണ്ടി വരുന്ന സമയം. ഈ ഫ്ലൈറ്റിന്റെ പാത നോക്കിയാൽ നേരെ പറക്കാതെ എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു പോകുന്നതെന്ന് അത്ഭുതപ്പെടും. അതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. ദീർഘദൂര വിമാനങ്ങൾ ഭൂമിയുടെ വക്രത കാരണം നേരായ റൂട്ട് എന്ന് തോന്നുന്നതിനേക്കാൾ ഗ്രേറ്റ് സർക്കിൾ റൂട്ട് എന്ന് വിളിക്കുന്ന വളഞ്ഞ വഴിയാണ് സ്വീകരിക്കുന്നത്. ഭൂമിയെപ്പോലെ ഒരു ഗോളത്തിന്റെ ഉപരിതലത്തിലെ 2 പോയിന്റുകൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തെയാണ് ഗ്രേറ്റ് സർക്കിൾ റൂട്ട് എന്ന് പറയുന്നത്. ഒരു പരന്ന ഭൂപടത്തിൽ ഇത് വളഞ്ഞതായി കാണപ്പെടാമെങ്കിലും ഭൂപടത്തിൽ വരച്ച ഒരു നേർരേഖയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ റൂട്ടിൽ യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്ന ദൂരം വളരെ കുറവാണ്. ഒരു പരന്ന മാപ്പിന് പകരം ഒരു ഗ്ലോബിലേക്ക് നോക്കുമ്പോൾ വളഞ്ഞ റൂട്ട് തീർച്ചയായും 2 നഗരങ്ങൾക്കിടയിലുള്ള ഏറ്റവും ചെറിയ പാതയാണെന്ന് കാണാൻ സാധിക്കും. കൊച്ചിയിൽ നിന്നും ഏകദേശം 19 മണിക്കൂറാണ് സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള യാത്രാ സമയം. വളരെ ദൈർഘ്യമേറിയതാണെങ്കിലും ഈ യാത്രയുടെ അവസാന ഭാഗം ഞാൻ നല്ലതുപോലെ ആസ്വദിച്ചു. ടർക്കി, കസാക്കിസ്ഥാൻ, ഫിൻലാൻഡ് എന്നിവയൊക്കെ മറികടന്ന് ഗ്രീൻലാൻഡിന്റെയും ആർട്ടിക് സമുദ്രത്തിന്റെയും മുകളിലൂടെയാണ് വിമാനം അമേരിക്കയെ സമീപിക്കുന്നത്. 38,000 അടി ഉയരത്തിൽ നിന്നും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഗ്രീൻലാൻഡിന്റെയും ആർട്ടിക് സമുദ്രത്തിന്റെയും കാഴ്ചകൾ അതിശയിപ്പിക്കുന്നതാണ്. വിമാനം ആർട്ടിക് മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ വിമാനങ്ങൾക്കും ആർട്ടിക്കിന് മുകളിലൂടെ നേരിട്ട് പറക്കാൻ കഴിയില്ല. അതിശൈത്യമുള്ള ആർട്ടിക് സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിനും അതുമൂലമുണ്ടാകാവുന്ന വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാൻ സജ്ജീകരണമുള്ള വിമാനങ്ങൾക്ക് മാത്രമേ ഈ മേഖലയിൽ കൂടി പറക്കാൻ അനുവാദമുള്ളൂ. ഈ പ്രദേശത്ത് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് എയർ ട്രാഫിക് കൺട്രോൾ സേവനങ്ങൾ വളരെ കുറവാണ്. ആർട്ടിക് പ്രദേശത്തിന്റെ വിദൂര സ്വഭാവം കണക്കിലെടുത്ത് അടിയന്തര ലാൻഡിങ്ങുകളോ ഗതിമാറ്റിവിടലോ പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇതിലെ പറക്കുന്ന വിമാനങ്ങൾ കഴിയേണ്ടതുണ്ട്. ഇന്ധനം നിറയ്ക്കാതെ കാര്യമായ ദൂരം പറക്കേണ്ടതുള്ളതുകൊണ്ട് ഈ റൂട്ടിൽ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ സാധാരണയായി ദീർഘദൂര ശേഷിയുള്ളവയാണ്. ബോയിങ് 777, 787, ഡ്രീംലൈനർ, എയർബസ് A350, A380 എന്നിവയാണ് ഇത്തരത്തിലുള്ള ചില വിമാനങ്ങൾ. വടക്കൻ അർദ്ധഗോളത്തിൽ ആർട്ടിക് സർക്കിളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ 5 പ്രധാന സമുദ്രങ്ങളിൽ ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമാണ് ആർട്ടിക് സമുദ്രം. യുറേഷ്യയും വടക്കേ അമേരിക്കയും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഇതിന്റെ മധ്യഭാഗം വർഷം മുഴുവനും കടൽമഞ്ഞിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഗ്രീൻലാൻഡ്, കാനഡ, റഷ്യ, നോർവേ, അമേരിക്കയിലെ അലാസ്ക എന്നിവയാണ് അതിർത്തികൾ. വളരെ തണുത്ത താപനിലയുള്ള ഇവിടെ വേനൽക്കാലം ചെറുതാണ്. ആർട്ടിക് സമുദ്രത്തിന്റെ സവിശേഷത കടൽ ഹിമപാളികളാണ്. ഇത് മാർച്ചിൽ അതിന്റെ പരമാവധി വ്യാപ്തിയിലും സെപ്റ്റംബറിൽ ഏറ്റവും കുറഞ്ഞ അളവിലും എത്തുന്നു. എന്നിരുന്നാലും കാലാവസ്ഥാ വ്യതിയാനം കാരണം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഈ ഹിമത്തിന്റെ വ്യാപ്തിയും കനവും കുറഞ്ഞു വരികയാണ്.
എണ്ണ, വാതകശേഖരം പോലുള്ള സാധ്യതയുള്ള വിഭവങ്ങളും ആവശ്യകത ഏറി വരുന്ന ഇതിലെയുള്ള ഷിപ്പിംഗ് റൂട്ടുകളും കാരണം ആർട്ടിക് സമുദ്രത്തിന് കാര്യമായ ഭൗമരാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇന്ന് വിവിധ രാജ്യങ്ങളുടെ പ്രാദേശിക അവകാശവാദങ്ങളുടെയും താൽപര്യങ്ങളുടെയും മത്സരവേദിയാണ് ഈ പ്രദേശം. ഇതിന്റെ സെൻസിറ്റീവ് പരിസ്ഥിതി കാരണം അതിന്റെ ദുർബലമായ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങളുടെയും അന്താരാഷ്ട്ര ശ്രമങ്ങളുടെയും കേന്ദ്രം കൂടിയാണ് ആർട്ടിക് സമുദ്രം. വിമാനം കാനഡയ്ക്ക് മുകളിലൂടെ അമേരിക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. ലാൻഡിങ്ങിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങാനുള്ള അനൗൺസ്മെന്റുകൾ വന്നു തുടങ്ങി. നോർത്ത് പസഫിക് സമുദ്രമാണ് കാണുന്നത്. 1848 സ്വർണം കണ്ടെത്തിയതോടെ ദ്രുതഗതിയിൽ വളർന്ന സാൻ ഫ്രാൻസിസ്കോയുടെ ആകാഴ്ച കാഴ്ചകളാണിത്. വ്യാഴാഴ്ച രാവിലെ 3 മണിക്കാണ് കൊച്ചിയിൽ നിന്നും യാത്ര ആരംഭിച്ചത്. ഏകദേശം 23 മണിക്കൂർ എടുത്തു സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിച്ചേരുവാൻ. എങ്കിലും ഇവിടുത്തെ പ്രാദേശിക സമയം ഇപ്പോൾ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 1:30 സാൻ ഫ്രാൻസിസ്കോയിലെ സമയം നമ്മുടെ സമയത്തേക്കാൾ 12.5 മണിക്കൂർ പുറകിലാണ് എന്നതാണ് അതിന് കാരണം. കൃത്യസമയത്ത് തന്നെയാണ് ലാൻഡിംഗ്. ദുബായിൽ നിന്നുള്ള 380 വിമാനവും എത്തിച്ചേർന്നിട്ടുണ്ട്. കാലിഫോർണിയയിലെ ഏറ്റവും തിരക്കേറിയ 2ാമത്തെ വിമാനത്താവളവും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും തിരക്കേറിയ 14ാമത്തെ വിമാനത്താവളവുമാണ് സാൻ ഫ്രാൻസിസ്കോ ഇന്റർനാഷണൽ വിമാനത്താവളം. സിലിക്കൺ വാലിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ് ഞങ്ങളുടെ ഇന്നത്തെ താമസം. ഒരു ദിവസം മാത്രമാണ് ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിലുള്ളത്. ഇന്ന് വൈകിട്ട് സിലിക്കൺ വാലി സന്ദർശിക്കുവാനായിരുന്നു പ്ലാൻ. എന്നാൽ പ്ലാനിങ്ങിലെ ചില അപാകതകൾ കാരണം ഞങ്ങൾക്ക് ആ കോംപ്ലക്സിനകത്തേക്ക് കയറുവാൻ സാധിച്ചില്ല. മെറ്റായുടെ പരസ്യ ബോർഡിന് മുമ്പിൽ നിന്നുമുള്ള കുറച്ച് സെൽഫികൾ കൊണ്ട് ഞങ്ങൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥിതി ചെയ്യുന്ന സിലിക്കൺ വാലി ഹൈടെക് കമ്പനികളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും കേന്ദ്രീകരണത്തിന് പേരുകേട്ട സാങ്കേതിക വിദ്യയുടെയും നവീകരണത്തിന്റെയും ആഗോള കേന്ദ്രമാണ്. ആപ്പിൾ, ഗൂഗിൾ, ഫേസ്ബുക്ക്, ഈബേ തുടങ്ങിയ പ്രമുഖ ടെക്നോളജി സ്ഥാപനങ്ങളുടെ ആസ്ഥാനമായ ഇത് ടെക് വ്യവസായത്തിന്റെ പ്രഭവ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. 20ാം നൂറ്റാണ്ടിൽ ഈ മേഖലയിൽ ആരംഭിച്ച ട്രാൻസിസ്റ്ററുകളിലും കമ്പ്യൂട്ടർ ചിപ്പുകളിലും ഉപയോഗിച്ചിരുന്ന സിലിക്കണിൽ നിന്നാണ് സിലിക്കൺ വാലി എന്ന പേര് ലഭിച്ചത്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കരിക്ക് എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നുമായിരുന്നു ഇന്നത്തെ ഡിന്നർ. നാടൻ ചോറും പൊറോട്ടയുമൊക്കെയുള്ള ഒരു കേരള ഭക്ഷണമായിരുന്നു അത്. സമയം രാത്രി 8 മണിയായിരിക്കുന്നു. ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഈ മാസങ്ങളിൽ 14 മണിക്കൂറൊക്കെയാണ് ഇവിടുത്തെ പകലിന്റെ ദൈർഘ്യം. ദീർഘയാത്രയ്ക്ക് ശേഷം എല്ലാവരും വളരെ ക്ഷീണിതരാണ്. നാളെ മുതൽ അമേരിക്കയിലെ യാത്രകളും കാഴ്ചകളും ആരംഭിക്കുകയാണ്. ചരിത്രങ്ങളുടെയും അതിശയങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെയും നാടായ അമേരിക്കയുടെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾക്കായി കാത്തിരിക്കുക.